ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജോഷി സംവിധാനം ചെയ്ത് 2012 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് റൺ ബേബി റൺ. ഈ സിനിമ ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ച വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുകയാണ്. അമല പോൾ, ബിജു മേനോൻ, സായി കുമാർ, സിദ്ദീഖ്, വിജയരാഘവൻ, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. പുതിയതായി ഇന്ന് 4 മലയാള സിനിമകളാണ് തിയേറ്ററെത്തുന്നത്. ഇല്യാസ് മുടങ്ങാശ്ശേരി തിരക്കഥ സംവിധാനം ചെയ്ത ഒരു വയനാടൻ പ്രണയകഥ എന്ന സിനിമ ഇന്ന് തിയേറ്ററെത്തുന്നുണ്ട്. ജസൂജ് ആന്റണി, ഷൈജൻ ശ്രീവത്സം, അക്ഷയ സുരേഷ്, ജൂഹി ജയകുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സജീവ് കിളികുളം സംവിധാനം ചെയ്ത രുദ്ര എന്ന സിനിമ ഇന്ന് തിയേറ്ററെത്തുകയാണ്. സജീവ് കിളികുളം, നിഷി ഗോവിന്ദ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. സുരേന്ദ്രൻ പയ്യാനക്കിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുഷ്പാകതന്റെ 1-ാം സ്വയംവരം എന്ന സിനിമ ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ ഉണ്ണിരാജ, നിമിഷ ബിജോ, ജിനീഷ് ഗോവിന്ദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. രാജേഷ് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കണിമംഗലം കോവിലകം എന്ന സിനിമയും ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. അജ്മൽ ഖാൻ, അബി കൃഷ്, കോട്ടയം രമേശ്, ശരത് സഫ, മുഹമ്മദ് റാഫി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വിപുൽ വിഗ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന രാഹു കേതു എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുന്നുണ്ട്. പുൽകിത് സാമ്രാട്ട്, വരുൺ ശർമ്മ, ശാലിനി പാണ്ഡെ എന്നിങ്ങനെയാണ് താരങ്ങൾ. സിനിമ നിർമ്മിക്കുന്നത് സീഫ് സ്റ്റുഡിയോസ് ആണ്. ഹിമാൻഷു സിംഗ് രജാവത്ത് തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്ത സാഗ്വാൻ എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററെത്തുന്നുണ്ട്. ചിത്രത്തിൽ ഹിമാൻഷു സിംഗ് രജാവത്ത്, മിലിന്ദ് ഗുണാജി, രശ്മി മിശ്ര, റിസ്വാൻ ഖാൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അഭിഷേക് രാജി, രജനീഷ് താക്കൂർ എന്നിവർ സംവിധാനം ചെയ്ത വണ്ടു ചാച്ച എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. മൈര ബാനർജി, ലളിത് പ്രഭാകർ, ആനന്ദ് വി ജോഷി, അഭിമന്യു സിംഗ്, മുകേഷ് തിവാരി എന്നിവരാണ് അഭിനേതാക്കൾ. ഇന്ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഹാപ്പി പട്ടേൽ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വീർദാസ്, കവി ശാസ്ത്രി എന്നിങ്ങനെ 2 പേരാണ്. വീർദാസ്, അമോക് രണദേവ് എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. വീർദാസ്, അഭിഷേക് ഫലെ റാവു, എല്ലി ഫ്ലോറി ഫോസറ്റ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ റിലീസിംഗ് ഈ വരുന്ന ഏപ്രിൽ 2-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യം 3ക്ക് ക്ലാഷ് റിലീസായി ഏപ്രിൽ 2-ന് വാഴ 2 എത്തുകയാണ്. വിപിൻ ദാസ് തിരക്കഥ എഴുതി സാബിൻ എസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹാഷിർ, അജിൻ ജോയി, അലൻ ബിൻ സിറാജ്, വിനായക്, അൽഫോൺസ് പുത്രൻ, വിജയ് ബാബു, അജു റഗീസ് എന്നിങ്ങനെയാണ് താരങ്ങൾ. നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട സിനിമകളുടെ OTT റിലീസ് ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി. മമ്മൂട്ടിയുടെ കളങ്കാവൽ സോണി ലീവ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 42 ദിവസം കൊണ്ട് കേരളത്തിൽ 37,50,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 84 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ദിലീപിന്റെ ബബബ C5 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇന്നലെ രാത്രി 12 മണിയോടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 29 ദിവസം കൊണ്ട് കേരളത്തിൽ 26,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 46,10,00,000 രൂപയാണ്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമ 22-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,01,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 22 ദിവസം കൊണ്ട് കേരളത്തിൽ 70,01,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ 137,50,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. നിഖില വിമൽ നായകയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത പെണ്ണ് കേസ് എന്ന സിനിമ 6-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 12,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് കേരളത്തിൽ 1,40,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 1,88,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. രൺവീർ സിംഗിന്റെ ദുരന്തർ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 6,50,000 രൂപയാണ്. അങ്ങനെ 42 ദിവസം കൊണ്ട് കേരളത്തിൽ 8,02,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 293,25,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 42 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,273 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ തന്നെ 1,000 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാസിന്റെ രാജാ സാബ് 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 57,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ 7 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ 155,65,00,000 രൂപയും വിദേശ കളക്ഷൻ 33 കോടി രൂപയുമാണ്. ലോകമെമ്പാടുമായി 188,65,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ശിവകാർത്തികേയന്റെ പരാശക്തി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 8,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 1,28,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 43 കോടി രൂപയും വിദേശത്ത് നിന്ന് 21 കോടി രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. 64 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. സംക്രാന്തി റിലീസായി ജനുവരി 14 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് അനഗനാഗ ഓക്കരാജു. നവീൻ പോളി ഷെട്ടി, മീനാക്ഷി ചൗധരി എന്നിവർ അഭിനയിച്ച ഈ സിനിമ മാരിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 8,65,00,000 രൂപയും കർണാടകയിൽ നിന്ന് 31,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 9,00,000 ഉൾപ്പെടെ ആ ദിവസം 9,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് ആ ദിവസം 5,24,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് കളക്ഷനായി 14,29,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 16 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ 2 ദിവസം കൊണ്ട് 23,50,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.